നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. SFI മഹാരാജാസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി യഹിയയുടെ നിര്യാണത്തെ തുടർന്ന് വെള്ളിയാമ്പുറത്ത് അനുശോചന യോഗം ചേർന്നു. CPIM താനൂർ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു യഹിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹാരാജാസ് ക്യാമ്പസിലെയും എറണാകുളത്തു നിന്നുമൊക്കെ വന്നിട്ടുള്ള യഹിയയുടെ പ്രിയപ്പെട്ട സഖാക്കൾ പറയുന്നുണ്ട്, ആ യഹിയ എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ആ ക്യാമ്പസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി, യഹിയയുടെ സംഘടനയെ ആക്രമിക്കാൻ വേണ്ടി വലതുപക്ഷവും മാധ്യമങ്ങളും തുനിഞ്ഞിറങ്ങിയ ഘട്ടങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് ആ പ്രതിരോധത്തിൻ്റെ അമരത്തു നിന്ന സഖാവാണ് സഖാവ് യഹിയ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം, ആ ബോധ്യമാണ് എന്നും അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള കുപ്രചരണങ്ങളും ഏറ്റവും ഹീനമായിട്ടുള്ള പ്രചരണങ്ങളുമെല്ലാം ആ ക്യാമ്പസിനും സഖാവിൻ്റെ സംഘടന SFIക്കും എതിരെ തുടർച്ചയായി ഉണ്ടായ സമയത്തെല്ലാം ആ ക്യാമ്പസിനെയും അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രതിരോധിക്കാൻ, ആ സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ ആ സഖാവിന് സാധിച്ചത്. നമ്മളെല്ലാം യാത്രകളും മറ്റുമൊക്കെയായി നടത്തുന്നവരാണ്. സമയങ്ങളിലെല്ലാം നമുക്കൊക്കെ നല്ല ശ്രദ്ധ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനും അഫ്സലും കൂടി അതാണ് സംസാരിച്ചത്. അഫ്സലോട് ഞാൻ പറഞ്ഞത്, വെള്ളം കണ്ടാൽ നമ്മളൊക്കെ അറിയാതെ ഇറങ്ങിപ്പോകും. അത്രയാണ് യഹിയയും ചെയ്തിട്ടുള്ളൂ. വെള്ളം കണ്ടാൽ കുളിക്കാൻ ഇറങ്ങുക എന്നൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം ഇപ്പം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് നമ്മൾ അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. N. ആദിൽ സ്വാഗതം പറഞ്ഞു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, പ്രസിഡന്റ് K. അനുശ്രീ, കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സൽ, എറണാകുളം ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വന്നിട്ടുള്ള ഓരോ ആൾക്കും, അല്ലെങ്കിൽ ആ നഗരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ആ നഗരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കും വ്യക്തിപരമായി ഒരുപാട് പറയാനുണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഓരോ ആളുകൾക്കും അവരവരുടേതായ ജ്വലിക്കുന്ന ഒരുപാട് ഓർമ്മകൾ യഹിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എറണാകുളം നഗരത്തിൽ യഹിയുണ്ട്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായി വന്ന് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വമായി തൻ്റെ ബിരുദ പഠന കാലഘട്ടത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചും നിരന്തരം സമര സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സഖാവ് ഉണ്ടായിരുന്നു. തൻ്റെ ബിരുദ പഠനത്തിന് ശേഷം എറണാകുളം നഗരത്തിലെ സിറ്റി ലോക്കൽ കമ്മിറ്റിയുടെ SFI നേതൃത്വമായിട്ട് സഖാവ് 1 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ ക്യാമ്പസിന് പുറത്ത് പ്രാദേശികമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ SRV ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ആ സ്കൂളുകൾക്കകത്തൊക്കെ SFI സംഘടനാ പ്രവർത്തനം കരുത്തോടെ നയിക്കുന്നതിന് വേണ്ടി സഖാവുണ്ടായിരുന്നു. കോളേജിൽ നിന്നുള്ള 12 അംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനായാണ് പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ എത്തിയത്. MSc ബോട്ടണി വിദ്യാർത്ഥിയായ യഹിയ വൈകിട്ട് കുളിക്കാനായി 4 സുഹൃത്തുക്കൾക്കൊപ്പം റിസർവോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഡാമിൽ സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയ മുങ്ങിപ്പോകുകയായിരുന്നു. ഏറെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് യഹിയയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇന്നലെ വൈകിട്ടോടെ യഹിയയ്ക്ക് ജന്മനാട് കണ്ണീരോടെയാണ് വിട നൽകിയത്. വൈകിട്ട് 4ഓടെയാണ് മൃതദേഹം വെള്ളിയാമ്പുറത്ത് വീട്ടിലെത്തിച്ചത്. 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി യഹിയയെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളും സഹപാഠികളും സംഘടനാ പ്രവർത്തകരും വിങ്ങിപ്പൊട്ടിയാണ് സഖാവിനെ അവസാനമായി കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.